ഇബാദത്തുകളും ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലാഹു ബറകത്ത് ചൊരിച്ചു തരുമാറാവട്ടെ. മരിക്കുന്ന കാലത്തോളം ജമാഅത്തായി എല്ലാ നിസ്കാരങ്ങളും നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിസ്കരിച്ച ഇന്നത്തെ സുബ്ഹി ജമാഅത്ത് നിസ്കാരത്തിന്റെ ബറകത്തോട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറകത്ത് ചൊരിച്ചു തരുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു തആല കേൾക്കട. ನಾನು ರೋಗಿಯಾಯಪ್ಪ ನೀವು ನನ್ನ ಎಂದೋ ಸಂದರ್ಶಿಸಬಾರದು. ನಾನು ಆಖಿರത്തിൽ അല്ലാഹു നമ്മോട് കേൾക്കുന്ന പ്രശ്നം, నాకు ಹುಷಾರಿಲ್ಲಂತ ರೋಗಿ ಆಯ್ತಿದ್ದೆ, ನೀನು ಎಂದು ನನ್ನ ಸಂದರ್ಶಿಸಬಾರದು. ಅಪ್ಪ ಅಡಿಮೆಗಳಾയ ನಾಯಕಿಗಳ ರಬ್ಬೆ ഈ രോഗി എവിടെയാണ് നിന്റെ ഞാൻ ഞങ്ങളെ സന്ദർശിക്കണം, അത് സമാധാനമല്ലേ? അപ്പൊ അമ്മ சொல்ற, നിന്റെ റായത്തിൽ ഉള്ള ഒരാൾ രോഗിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരാൾ രോഗം വന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ ജമാഅത്തിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ അയൽവാസിയിലുള്ള ഒരാൾക്ക് രോഗം വന്നിട്ടിരിക്കുന്നു. ആ വിഷയത്തിലേക്ക് കിട്ടിയിട്ട് നിന്റെ കാതിൽ ഇങ്ങനെ ഉഷാറില്ലവള, ഇങ്ങനെ വിഷയവള ഒക്കെ ഉണ്ടാക്കി സീത പോയല്ലാട്ട് അയാളെ നീ പോയിട്ട് എന്താക്കില്ല, സന്ദർശിച്ചില്ല, ഒന്ന് പോയി നോക്കില്ല, ഒന്ന് മന്ത്രിച്ച് ഊതില്ല, എന്തൊരു വിഷയത്തിൽ പോയി സന്ദർശിച്ചില്ലല്ലേ? അപ്പൊ അന്യ സ്ത്രീ അന്യ പുരുഷന്മാരെ സന്ദർശിക്കണമെന്ന് തീരാ, അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ സന്ദർശിക്കുന്നു തീരാ. പുരുഷന്മാർ ആൺമക്കളെയും പെൺമക്കളെയും സന്ദർശിക്കാം. അതേപോലെ അന്യ മഹനമയായ ആൾമാര് തൊറ്റയ്ക്ക് ഒന്നുകൂടിയാത്ത പെൺമക്കളെ ആൺമക്കളുണ്ടോക്ക പരസ്പരം ഉണ്ടോക്ക അങ്ങനെ സന്ദർശിക്കലേക്ക് എന്ത് തൊന്തരയില്ല. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഒരാൾ രോഗിയായിട്ട് തന്നെ അയാളെ നീ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അല്ലാഹുവായ നന്നെ സന്ദർശിച്ച പോലെ, നന്റെ രോഗിയെ സന്ദർശിച്ച പോലെ നീന് ഒരു മനുഷ്യന് ഞങ്ങൾ രോഗിയായിട്ട് പോയി സന്ദർശിച്ചാൽ കണ്ടേക്ക്, ഞങ്ങൾ സുബൈക്ക് പോയി സന്ദർശിച്ചേക്ക് അവിടുന്ന് അല്ലാഹു പ്രതിഫലത്തിന് മുത്തുണ്ട. നീക്ക് സുബൈക്ക് അല്ലാഹു തആല 7000 മലക്കുകളെ ദുആ ആക്കണത് എത്രത്തോല അസറത്തോളം നിക്ക് 7000 മലക്കുകൾ. നീ ഒരാളുടെ രോഗിയെ പോയി സന്ദർശിച്ചേക്ക്, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ 7000 മലക്കുകൾ അസറത്തോളം മോദിത്തോളം നിങ്ങൾ എന്താക്കുന്നത്, അല്ലാഹുവേ ഈ രോഗിയെ സന്ദർശിച്ച മനുഷ്യനെ പുറത്തു കൂടും അല്ലാഹു ദ്വാരതയ്ക്കിടാറ്. അതേപോലെ ഒരു മനുഷ്യൻ അസർക്കായിട്ട് ഒരു രോഗിയെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ 4 സുബഹിത്തോല 7000 മലക്കുകൾ നിനക്ക് ദുആ ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോ അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അതൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇദാ ദഖല അലാ മരീദ യഊദുഹു, ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ നോക്കിയിട്ട് ശ്രദ്ധ നോക്കുന്ന ലാവാസ, എന്തൊരു തൊന്തരയുമില്ല, എന്തൊരു പ്രശ്നവുമില്ല, ഈ വലിയ വിഷയമാക്കില്ല, ഉദ്ദേശിച്ചെങ്കിൽ ഇതിന്റെ എല്ലാ തപ്പുകൾ മാഫാക്കട, ഈ ഒരു പ്രശ്നവുമില്ല എനിക്ക്. അത് വിട്ടിട്ട് ഒരു രോഗിനെ വിട്ട് പോയിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ ഉഷാറില്ലാതെ ഈ രോഗം വന്നവരാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴും സുഖമായിട്ടില്ല. ആരെ ഞാൻ ഇന്നലെ കണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു രോഗിനെ വന്ന് ആ പടക്ക ചൊല്ലോട് കുത്തിയില്ല, അവിടെ രോഗം ജാസ്തി അവിടെ എല്ലാട്ട് ശിഫയാവില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യയിൽ രോഗം ഒരാൾ വന്നിട്ട് അയാൾ വേഗം വച്ച് വിളിച്ച് ചൊല്ലല്ല ഈ രോഗത്തെ രോഗിനെ കൊണ്ട് പോയിട്ട്, അല്ലെങ്കിൽ രോഗം ഇങ്ങനത്തെ ഒരു രോഗം വന്നവരാൾ നമ്മുടെ രാജ്യത്തിൽ അയാൾ നാല് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ രാജ്യത്തിൽ നിന്ന് അയാൾ ഇങ്ങനെ അനുഭവിച്ച് അയാൾ മറിച്ചിട്ടേ പോയ സുഖമായില്ല. അപ്പൊ ഇങ്ങനത്തെ ഫലക്കല്ല ഒരു രോഗിനെ വിട്ട് പോയിട്ട് ചൊല്ലോട് കുത്തിയില്ല, വേഗം ശിഫയാവും ഇൻഷാഅല്ലാഹ്. നാനും ദ്വാരക്കടെ അല്ലാഹു തആല നിങ്ങളെ പണിവന്നിക്ക് ഒരു പണിവന്നുണ്ടെങ്കിൽ അവിടെ തെറ്റല്ല അല്ലാഹു മാഫാക്കടെ തൗഹൂർ ഇൻഷാഅല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചത് അവിടെ എല്ലാ ദോഷങ്ങൾ മാഫാക്കുകയായിട്ടുണ്ട്, അവിടെ ഒന്ന് ശുദ്ധിയാക്കുകയായിട്ടുണ്ട്. അവിടെ ഇത്രത്തോളം അറിഞ്ഞിട്ടോ അറിയാട്ടോ ആക്കിയോ തപ്പുകൾ അല്ലാഹു മാഫ് കൊടുത്ത് അവിടെ ശുദ്ധിയാക്കുക വരായിട്ടായിട്ടുണ്ട്.
എന്തിനാ അള്ളാഹു രോഗത്തുണ്ടോ അള്ളാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകൾ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു ശുഭയാക്കി തരുമാറാവട്ടെ. അള്ളാഹു ആഫാത്തുകളെ തൊട്ടും മുസീബാത്തിനെ തൊട്ട് പലാകരെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമെന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണമെന്ന നമ്മൾ ചൊല്ലിയതും കേട്ടതും നീ സാലിഹായ ഒരു അമലിന്റെ കൂട്ടത്തിൽ പെടുത്തണമെന്ന നാല് ഖബർ നേരെ പോക്കാക്കുക ഒരു അമലിന്റെ കൂട്ടത്തിൽ ഈ ഹദീസിനെയും ഈ ടൈമിനെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ ആഖിറത്തിൽ നമ്മുടെ എല്ലാവരും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് മരിച്ചവരുടെ നിരപ്പേ അവൻ എല്ലാവരും പുറത്തു കൊടുത്തു സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്ന ഹബീബ് റഹ്മത്തിക യാ റഹ്മർ റഹീം.